നമുക്ക് തന്നത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ചൊവ്വാഴ്ച കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന കർത്താവിലുള്ള പ്രത്യാശ അതിനെക്കുറിച്ച് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം നമുക്ക് വായിക്കാനായിട്ട് സമയമെടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 43 തൊട്ട് 49 വരെയുള്ള വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 9 വേഴ്സ് 43 to 49. We can read 48. Let's read up to 48. 43 തൊട്ട് 48 വരെയുള്ള വാക്യങ്ങൾ. വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ടുകളയുന്നതിന് അവനെ ഏറെ നല്ലു. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. ഊനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലു. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നു കളയുക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യത്തിനകത്ത് സാധാരണഗതിയിൽ അധികം ആരും ടച്ച് ചെയ്യാത്ത ഒരു വാക്യമാണ്. കാരണം നമുക്ക് തന്നെ ഒരു ഇച്ചിരി കോംപ്രിഹെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇച്ചിരി മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള 2-3 വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഇഫ് യുവർ ഹാൻഡ് കോസസ് യു ടു സിൻ, കട്ട് ഇറ്റ് ഓഫ്. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ യു ടു എൻറ്റർ ഇൻ ടു ദ ലൈഫ് മൈംഡ് rather than having 2 hands to go to hell into the fire that shall never be quenched, where the worm does not die and the fire is not quenched. അതേ ടോണിൽ തന്നെ അടുത്ത വാക്യത്തിൽ കർത്താവ് പറയാണ്: if your foot causes you to sin, cut it off. It is better for you to enter life lame rather than having 2 feet to be cast into hell, into the fire that shall never be quenched, where their worm does not die and the fire is not quenched. And the same tone again: if your eye causes you to sin, pluck it out. It is better for you to enter into the kingdom of God with 1 eye rather than having 2 eyes to be cast into the hell fire, where the worm does not die and the fire is not quenched. ഈ 3 കാര്യങ്ങളും സാധാരണഗതിയിൽ നമുക്ക് പറയാം, കർത്താവ് മുടന്തുള്ളവരെ സൗഖ്യമാക്കും. ഒറ്റ കണ്ണിനൊക്കെ കണ്ണ് കാണാത്തവന് കർത്താവ് കുരുടനായിരിക്കുന്നവന് കാഴ്ച ലഭിക്കും. ചെകിടിന് അവൻ കേൾവി ഉണ്ടാവും. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്, അല്ലേ? നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. 2 കാലുണ്ട്, അതിൽ നീ കാലും കൊണ്ട് നീ പാപം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ യു കട്ട് ഇറ്റ് ഓഫ്. യു ബെറ്റർ ടു എൻറ്റർ ഇൻ ടു ഹെവൻ, നിത്യജീവനിലേക്ക് ഒറ്റക്കാലനായിട്ട് പോകുന്നതാണ് ഈ അഗ്നി നരകത്തിലേക്ക് പോകുന്നതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം. 2 കണ്ണുണ്ട്, അതിലിപ്പോൾ നമുക്ക് കണ്ണ് പാപം ചെയ്യിക്കുന്നതാണെങ്കിൽ 1 കണ്ണ് എടുത്തു കളയുക അല്ലെങ്കിൽ ചൂഞ്ഞു കളയുക എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് 1 eye rather than going with both, with full health and wealth. അങ്ങനെ പോയി നരകത്തിൽ പോകുന്നതിനെക്കാട്ടിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ വിത്ത് 1 eye into heaven. അടുത്തതായിട്ട് പറയുന്നതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഈ 3 കാര്യത്തെക്കുറിച്ചും കർത്താവ് ഒരേ ടോണിൽ പറയാം. ഇത് വായിക്കുമ്പം തന്നെ നമുക്ക് തന്നെ തോന്നും, കർത്താവേ ഇത്രമാത്രം സീരിയസ് ആണോ? പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഹൃദയത്തോട് സംസാരിച്ചൊരു ഭാഗം ഇതായിരുന്നു. നമ്മൾ പലപ്പോഴും പാപത്തെ കാണുന്നത് വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുന്നത് അവിടെ ഒരു പാപമായിട്ടുള്ളൊരു വിഷയത്തിലേക്ക് നമ്മളെ ഇടപെടുത്തുവാൻ നമ്മൾ ഇടയാകുന്ന ഒരു സന്ദർഭമാണെന്നിരിക്കട്ടെ. കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവിടെ നിനക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് പറയാനുള്ള, കർത്താവേ അങ്ങനെയാകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമല്ലോ, കർത്താവേ ആ കാര്യം നഷ്ടപ്പെടുമല്ലോ, അല്ലേ? പല കാര്യങ്ങളും. ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈലുണ്ട്. ഈ മൊബൈൽ നമുക്ക് പാപം വരുത്തുന്നതാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും?
നമുക്ക് പാപത്തിൽ കിടക്കുന്നതാണ് നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ അത്ര സുഖമായിട്ടുള്ളൊരു കാര്യമല്ല അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ. അതിൻ്റെ കോൺസിക്വൻസ് ആണ് അവിടെ പറയുന്നത്. വാട്ട് ഈസ് എ കോൺസിക്വൻസ്? എന്താണ് അതിൻ്റെ കോൺസിക്വൻസ്? ആ കോൺസിക്വൻസിൻ്റെ ഭാഗമാണ് അധികം ആരും പ്രസംഗിക്കാത്തത്. ആ കോൺസിക്വൻസ് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മളിങ്ങനെ തന്നെ പാപത്തിൽ എങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവം? അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? ഇഫ് യു ആർ ഗോയിങ് ടു ഡു that you will be thrown into the hell, into fire that never be quenched. ഒരിക്കലും കെടാത്ത തീയിലേക്ക് നിന്നെ വലിച്ചെറിയേണ്ടതായിട്ട് വരും. അടുത്തതിലോട്ട് അതേ കാര്യം, their worm does not die. മലയാളത്തിൽ അത്രയും ആ ഭാഗം കാണത്തില്ലായിരിക്കും, പക്ഷെങ്കിൽ അവിടെ പുഴു ഒരിക്കലും ചാകുകയില്ല. പുഴു ഒരിക്കലും ചാകുകയില്ല. ആൻഡ് ദ ഫയർ വിൽ നെവർ ബി ക്വെൻച്ച്ഡ്. കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും കർത്താവ് ഒരു ജോക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കള്ളമായിട്ടോ ഇത് പറയുകയില്ല. അപ്പോൾ അവിടെ പറയുമ്പോൾ തന്നെ ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. സാധാരണഗതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത് ആ വാക്യം 43 വാക്യം ഒന്നുകൂടെ വായിക്കൂ. 43. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ എന്ത് വേർഡാണ് യൂസ് ചെയ്തത്? എവിടെ പോകുന്നെന്നാ പറഞ്ഞേ? എവിടെ പോകുന്നു? നരകത്തിൽ പോകുന്നു എന്നാ പറഞ്ഞ്. നരകത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ വാക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 1, 2, 3 വാക്കുകൾ ചിലപ്പോൾ ഇൻ്റർചേഞ്ചിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ സ്ഥലങ്ങൾ നമുക്ക് ഇപ്പം നമുക്ക് ഈ ട്രാവൽ വീഡിയോസൊക്കെ ലഭ്യമാണല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് നോക്കുമ്പോൾ ഇതൊരു സ്ഥലമാണ്. നരകമെന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൽ പോകുന്നവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കണ്ടിന്യൂസ് ആയിട്ടും തീയാണ്. അവിടെ വേം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും. അവരൊരിക്കലും കെട്ടുപോകുകയില്ല, അല്ലെങ്കിൽ തീ കെട്ടുപോകുകയില്ല, ഈ പുഴു ഒട്ട് ചാകുകയുമില്ല. എന്നാൽ ഈ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ പഴയ നിയമത്തിലൊക്കെ നമുക്ക് നരകത്തിലെ എന്നുള്ളൊരു വാക്ക് നമ്മൾ കാണുന്നില്ല. അവിടെ പിന്നെ എന്ത് വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്? എന്താണ്? പാതാളം. ഓക്കെ, ലെറ്റ്സ് റീഡ് Psalms 16. ലെറ്റ്സ് റീഡ് Psalm 16, 16ാമത്തെ വാക്യം, അതിൻ്റെ 8ാമത്തെ വാക്യം. I think Psalm 16 verse 8. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. You shall not leave my soul in Sheol. പാതാളത്തിൽ വിടുകയില്ല. ഇംഗ്ലീഷ് ബൈബിൾ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് ഷിയോൾ എന്നുള്ള ഒരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ വായിച്ച 10ാമത്തെ വാക്യം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച മെസ്സിയാനിക് സങ്കീർത്തനത്തെ പോലെ അടുത്തൊരു സങ്കീർത്തനത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ്. You shall not leave my soul in Sheol, nor will you allow your Holy One to see corruption. കർത്താവായ യേശു ക്രിസ്തുവിനെ പാതാളത്തിൽ വിടുകയില്ല എന്നാണ് നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അർത്ഥം, അല്ലേ? പഴയ നിയമത്തിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ വാക്കുകളും, അപ്പം പലപ്പോഴും നമ്മൾ ഈ വാക്കുകളൊക്കെ നമ്മൾ എല്ലാ വാക്കുകളും എടുത്തു പോകാൻ നമുക്ക് സമയമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നരയെ പാതാളത്തിൽ ഇറക്കും എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? അപ്പം മരണത്തിലേക്ക് പോകുന്ന മരണാന്തരം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് പാതാളം എന്ന് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഷിയോൾ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ എന്ത് വാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്? അതാണ് ഞാൻ വ്യത്യാസം മനസ്സിലാക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 വേർഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരിടത്ത് പാതാളം, ഒരിടത്ത് നരകം എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലായപ്പോഴത്തേക്ക് കർത്താവ് ആ കാര്യത്തെക്കുറിച്ച് ഇച്ചിരൂടെ ക്ലാരിറ്റി കൊണ്ടുവന്നു. പഴയ നിയമത്തിൽ മരണം കഴിഞ്ഞു പോകുന്നു, നിങ്ങൾ എവിടെയൊക്കെയോ പോകുന്നു, ദർ ആർ 2 places. പക്ഷേ അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. നീതിമാന്മാരെവിടെയാണ്, ദുഷ്ടന്മാരെവിടെയാണ്, എല്ലാവരും പാതാളത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്കും 2 വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 18ാമത്തെ അധ്യായം വായിച്ചായിട്ട് മാത്യു ചാപ്റ്റർ 16 verse 18. 16:18. മാത്യു ചാപ്റ്റർ 16 verse 18.
ഈ വാക്യം നമുക്ക് നന്നായിട്ട് അറിയാം. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പാതാള ഗോപുരങ്ങൾ അതിനെ, ഇംഗ്ലീഷ് വായിച്ചേ, ഗേറ്റ്സ് ഓഫ് ഹെയ്ഡീസ് ഓർ ഹെയ്ഡീസ് എന്ന് പറയുമ്പോൾ ആ വാക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ദ സെയിം ആസ് ദി ഹെൽ. നരകം എന്ന് പറയുന്ന ആ വാക്കല്ലത്. പാതാളം എന്ന് പറയുന്നതും നരകം എന്ന് പറയുന്നതും രണ്ടും രണ്ട് സ്ഥലമാണ്. ഇപ്പോൾ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ തീയിലോട്ട് വിടും എന്ന് പറയുന്നു. തീയിലോട്ട് വിടുന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ് ഈ പറയുന്നത്, നരകത്തിലോട്ട് വിടും എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ഥലം എന്ന് പറയുമ്പോൾ, അത് നരകമല്ല. അതെന്താണ്? ഹെയ്ഡീസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ്, അല്ലേ? ആ വാക്കൊന്നുകൂടെ വായിച്ചു നോക്കിയേ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇംഗ്ലീഷ് ദ ഗേറ്റ്സ് ഓഫ് ഹെയ്ഡീസ് ഷാൽ നോട്ട് പ്രിവെയിൽ. അപ്പം പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്കും രണ്ട് വാക്കുകൾ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുകയാണ്. ഒന്ന് പാതാളം, മറ്റേത് നരകം. അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ചില ബൈബിളിനകത്ത് ഗെഹന്ന എന്നുള്ളൊരു പദം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയ ഗെഹന്ന എന്നുള്ള പദം യൂസ് ചെയ്ത ചിലരുടെ ബൈബിളിൽ അങ്ങനെ കാണുമായിരിക്കാം. എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? യെരുശലേമിലെ ചുറ്റിലും, യെരുശലേമിലെ ഒരു സൈഡിൽ വലിയൊരു താഴ്വരയുണ്ട്. അവിടെ കുപ്പക്കുന്നുകളായിട്ട് ചപ്പും ചവറും ഇട്ട് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഗേറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടും ഹിന്നോം താഴ്വര എന്ന് പറയുന്ന ആ താഴ്വര, പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് കുട്ടികളെ അഗ്നിപ്രവേശനം ചെയ്യാനും സാക്രിഫൈസ് ചെയ്യാനും ഒക്കെ ആ താഴ്വരയാണ് അവർ. അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് തീ ഇങ്ങനെ കുപ്പകൾ കുത്തിയിടാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്തും അവിടെ എന്തുണ്ടായിരുന്നു? എപ്പോഴും നോക്കുമ്പോൾ അവിടെ തീ കത്തിക്കൊണ്ടേയിരിക്കും. അത് തന്നെയല്ലേ, കുപ്പയായതുകൊണ്ട് എന്താണ്? പുഴുവിന് ഒരു കുറവുമില്ല, ഇഷ്ടംപോലെ പുഴുവുണ്ട്. അപ്പം എളുപ്പം നമുക്ക് കർത്താവ് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്, ലുക്ക് അറ്റ് ദാറ്റ് പ്ലേസ്. അതുപോലെ കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും പോകുന്നത്. നമ്മൾ പാപമൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ ഓർക്കണം, സി വാട്ട് ഈസ് ദി അതർ സൈഡ് ഓഫ് ഇറ്റ്? ദി അതർ സൈഡ് ഓഫ് ഇറ്റ് ഈ തീയിലോട്ടാണ് വിടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മറന്നു പോകല്ലെന്ന കർത്താവ് പറയുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ യു ടു എൻറ്റർ ഇൻ ടു ലൈഫ് വിത്ത് ഹാവിങ് സംതിങ് നത്തിങ് ആൻഡ് ദെൻ ഗോയിങ് ഇൻ ടു ദിസ് ഫയർ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് ആ ക്ലാരിറ്റി കൊടുക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് ഈ നരകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹെല്ലിനെക്കുറിച്ച് ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത്. ഇത്രയും ക്ലിയറായിട്ട് വന്ന് അവിടെ ഇതുപോലെ കെടാത്ത തീയുണ്ട്. യെശയ്യാപ്രവചനൻ്റെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചു. യെശയ്യാപ്രവചനൻ്റെ 66-ാമത്തെ ഒടുവിലത്തെ വാക്യം ഒന്ന് വായിച്ചു. 24-ാമത്തെ വാക്യം, ലാസ്റ്റ് വേഴ്സ് 24, യെശയ്യാവിൻ്റെ 66. പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെട്ടുപോകുകയില്ല, അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. മനസ്സിലായല്ലോ? ഇതേ കാര്യമാണ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു പുഴു ചാകുകയില്ല. ഇവിടെ പറയുന്നത് upon the corpse of the men who have transgressed against me, for the worm does not die and the fire is not quenched. So this is exactly the hell the Lord is talking about. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഹെൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലേക്ക് അവിടേക്ക് പോകാനുള്ള സാധ്യത ഈ രീതിയിൽ കണ്ണുകൊണ്ട് പാപം ചെയ്തു പോയാൽ, കാലുകൊണ്ട് പാപം ചെയ്തു പോയാൽ, കൈകൊണ്ട് പാപം ചെയ്തു പോയാൽ നീ അവിടെ പോകും. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് എ സ്ട്രോങ് സ്റ്റാൻഡ് ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ചില സ്ട്രോങ് സ്റ്റാൻഡുകൾ എടുക്കേണ്ടതായിട്ട് വരും, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. കണ്ണെടുത്ത് ഫിസിക്കലി കുത്തിക്കളയണമെന്നോ, കൈ ഫിസിക്കലായിട്ട് വെട്ടിക്കളയണമെന്നോ, കാല് വെട്ടിക്കളയണമെന്നൊന്നും അല്ല പറയുന്നത്. എന്താണ് അതിനൊന്ന്? ദ സ്ട്രോങ് സ്റ്റാൻഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്ട്രോങ് സ്റ്റാൻഡുകൾ എടുക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു മാഗസിൻ, അദ്ദേഹത്തിന് റെഗുലറായിട്ട് വരുന്ന ഒരു മാഗസിൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത് കണ്ടപ്പോൾ തോന്നി ഇത് എനിക്കൊരു ആത്മീയവർദ്ധന വരുത്തുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. അദ്ദേഹം ആ മാഗസിൻ വായിക്കുന്നത് നിർത്തുവാൻ തുടങ്ങി. നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള മാഗസീനുണ്ട്, പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ പോലും അതിൻ്റെ കൂട്ടത്തിൽ പല പാപങ്ങളും വന്നു ചേരുന്നു അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം അതിനെ നിർത്തുവാനായി തീരുമാനിച്ചു. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോന്നാണ്. അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള, പക്ഷേ ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ കർത്താവ് അവിടെ ക്ലിയറായിട്ട് പഠിപ്പിക്കുകയാണ്. വാട്ട് ഷുഡ് ബി യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ വിത്ത് ദാറ്റ്. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കിയത്?
ആർക്ക് വേണ്ടിയാണ്? ഏതെങ്കിലും ഒരു മനുഷ്യന് വേണ്ടിയാണോ അവിടെ ഈ ഫൈനലായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞു, നരകമെന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാണ്? മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ, മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 41, 41-ാമത്തെ വാക്യം. 25-ാമത്തെ അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ടു പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു? ആർക്ക് വേണ്ടി ഒരുക്കിയിരുന്നു? മനുഷ്യർക്ക് വേണ്ടിയാണോ? അല്ല. ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? ദൂതന്മാർക്കും അവൻ്റെ ദൂതന്മാർക്കും, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും. ദ ഡെവിൾ ആൻഡ് ഹിസ് ഏഞ്ചൽസ്. വെരി ക്ലിയർ ആണ്. കർത്താവ് പറയാണ്, ഈ നരകം ഒരുക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമാണ്. പക്ഷേ മനുഷ്യന് അവിടെ പോകാൻ ഇടയാകരുത്. കർത്താവ് എന്തിനാണിത് പറയുന്നത്? സ്നേഹമുള്ള കർത്താവ് എന്തിനാണ് ഇത് പറയുന്നത്? പറയുന്നതിൻ്റെ താല്പര്യം, ഇത് നമുക്ക് വേണ്ടിയുള്ള സ്ഥലമല്ല, പക്ഷേ അവിടെ പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് കർത്താവ് അവിടെ വാൺ ചെയ്യുന്നത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഹെല്ലിൽ ചെല്ലുന്നതിന് മുമ്പ് എവിടെയായിരിക്കും? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്കൊരു ഉദാഹരണം കർത്താവ് പറഞ്ഞു തരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ധനവാനും ലാസറിൻ്റെയും കാര്യത്തിൽ, ലൂക്ക് ചാപ്റ്റർ 16, 22 and 24. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. രണ്ട് സ്ഥലവും മനസ്സിലായല്ലോ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ അദ്ദേഹത്തെ നരകത്തിലോട്ട് ആരെയും വിടുന്നില്ല. അപ്പോൾ ഇപ്പോൾ നരകത്തിൽ ആരുമില്ല. ഇപ്പോൾ എല്ലാവരും എവിടെയാണ്? മരിച്ചവരെവിടെയാണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഈ രണ്ട് പ്ലേസിൽ, രണ്ട് വാക്യമാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് ലാസർ ആയിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ ധനവാനായിരിക്കുന്നിടത്തോ ആയിരിക്കാം. അപ്പോഴും ധനവാനായിരിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ എന്തുണ്ട്? അവിടെ എയർ കണ്ടീഷൻ ആണോ? അല്ല. ഐ ആം ടോർമെന്റഡ് ഇൻ ദിസ് ഫ്ലെയിം. 24-ാമത്തെ വാക്യം. ഐ ആം ടോർമെന്റഡ് ഇൻ ദിസ് ഫ്ലെയിം. 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. അവിടെ എഴുതിയിരിക്കുന്നു, അവിടെ വായിച്ചോട്ടെ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. റിയൽ ആണെന്ന് തോന്നുന്നുണ്ടോ? ദൈവജനം പറയുന്നതായിട്ടുള്ളൊരു കാര്യം ഒരിക്കലും കർത്താവ് ഒരു മിത്തായിട്ടല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ധനവാനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും എല്ലാ കാര്യങ്ങളും അനുഭവിച്ചു. തൻ്റെ പടിവാതിൽ കിടന്ന ലാസർ തൻ്റെ ഓൺ സഹോദരനാണ്. അദ്ദേഹത്തിനെ തിരിച്ചു പോലും നോക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ചെന്നെത്തിയത് രണ്ട് സ്ഥലത്താണ്. രണ്ട് സ്ഥലത്ത് എന്ന് പറഞ്ഞ രണ്ടിനെയും ഒരു പക്ഷെങ്കിൽ വൺ ഈസ് ഹേഡീസ്, ദി അതർ ഒരെണ്ണം പാതാളത്തിൽ. രണ്ട് സ്ഥലങ്ങളിലാണ്. ഒന്നിനെ യാതനാ സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പം ഈ യാതനാ സ്ഥലത്തിൽ നിന്നും അടുത്തൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. ഇവിടെ നിന്നും അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് പോകുന്നത്, ഒറ്റയടിക്കങ്ങ് പോവല്ല. അപ്പം ഈ യാതനാ സ്ഥലത്തിൽ നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അപ്പം ഈ രണ്ടുപേരെയാണ് ആദ്യമായിട്ട് തള്ളുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. ആരൊക്കെയാ രണ്ടുപേര്? വായിച്ചേ. വായിച്ചേട്ടെ, ഒന്നുകൂടെ വായിച്ചോ. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ജീവനോടെ കർത്താവ് യേശു ക്രിസ്തു ചെയ്യുന്ന ഒരു കാര്യമാണ്. ജീവനോടെ ഇവരെ രണ്ടുപേരെയും ഡയറക്റ്റ് എങ്ങോട്ടാണ് വിടുന്നത്? തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും എന്ന് പറഞ്ഞു. ഇനിയും അടുത്തതായിട്ട് തള്ളുന്ന അടുത്തൊരാളിനെ കാണുന്നുണ്ട്. 20-ാമത്തെ അധ്യായം, 20-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം.
അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന അവിടെ രണ്ടുപേർ ഓൾറെഡി ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ ചെല്ലും. ആരാണ്? വായിച്ചാട്, ഒന്നുകൂടെ വായിച്ചാട്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. എന്നേക്കുമായി രാപ്പകൽ ദണ്ഡനം അനുഭവിക്കുവാനായി. അവിടെ നിന്ന് പിന്നെ ഒരു എസ്കേപ്പ് ഇല്ല. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് സ്പോട്ട്. അപ്പോൾ എന്നേക്കുമായിട്ടുള്ള ആ സ്ഥലത്തേക്കാണ് അടുത്തതായിട്ട് തള്ളിയിടുന്നത്. ഇനിയും ആണ് അടുത്തതായിട്ട്. ഇത്രയും മാത്രമല്ല, ഇനിയും പറയാണ് പുസ്തകങ്ങൾ തുറക്കട്ടെ, പുസ്തകങ്ങൾ തുറക്കട്ടെ. അതേ അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നു 12-ാമത്തെ വാക്യം, വേഴ്സ് 12. 11-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാട്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. വായിച്ചാട്ടെ ഒന്നൂടെ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം മരിച്ചു കഴിഞ്ഞതിന് ശേഷം പാതാളത്തിൽ കുറച്ചുപേരുണ്ടാന്ന് പറഞ്ഞല്ലോ. മരിച്ചവരെ അവരെയും ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാ? ന്യായവിധിക്കാണ്. ഫൈനൽ ന്യായവിധിയാണ്. ഫൈനൽ ന്യായവിധി കഴിഞ്ഞതിന് ശേഷമേ ഇനിയും തീരുമാനിക്കൂ അങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അയച്ചാടാ. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത് വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ദിസ് ഈസ് ദ സെക്കൻഡ് ഡെത്ത്. ഇത് രണ്ടാമത്തെ മരണമാകുന്നു. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പറയുകയാണ് ആരാണ് അവിടെ ചെല്ലുന്നതിനെ കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ പിന്നെയും 21-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, വേഴ്സ് 8, 7-8. നമ്മൾ 7-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ചൊവ്വാഴ്ച. 8-ാമത്തെ വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. ഇത് രണ്ടാമത്തെ മരണം. അപ്പം അവിടുത്തെ അങ്ങോട്ട് പോകാനായിട്ട് ഉള്ള വ്യക്തിജീവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ they were cowardly, unbelieving, abominable, murderers, sexually immoral, sorcerers, idolaters, and all liars shall have their part in the lake which burns with fire and brimstone, which is the second death. Praise God. അപ്പം ഈ നരകം എവിടെയാണ് വെച്ചിരിക്കുന്നത് നമ്മൾക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ നരകമുണ്ട് എന്ന് കർത്താവ് ഒരുക്കുന്നുണ്ട്. ആ ഒരുക്കിക്കുന്ന ആർക്ക് വേണ്ടിയാണ് എന്ന് ദൈവവചനം രേഖപ്പെടുത്തുന്നു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. ഇത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ നിലയിൽ പാപം ചെയ്തു പോയാൽ നീ എവിടെ ചെല്ലും? ഇനി ആ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ വാക്യം ഒന്ന് നോക്കിയേ. ആ പറയുന്ന ആ വാക്യവും ഈ ഒടുവിലത്തെ വാക്യം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്തു പോകുമ്പോൾ ഈ ലിസ്റ്റിനകത്ത് നമ്മൾ കുറേയേറെ ലിസ്റ്റുകൾ നമ്മൾ വായിച്ചു അല്ലേ. ഇവിടെ വായിച്ചതിനകത്ത് ഒരു ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ദ കവേർഡ്ലി, ദി അൺബിലീവിങ്, അബോമിനബിൾ, മേർഡറേഴ്സ്, സെക്ഷുവലി ഇമ്മോറൽ. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീപ്പൊയ്കയിൽ തള്ളിയിടാനുള്ള സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഇതാണ് കർത്താവ് പറഞ്ഞത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും അങ്ങോട്ട് തള്ളിയിടും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു ആശ്വാസം എന്നാണെന്നറിയാമോ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 1, 8-ന്റെ 1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി അവർ കൺസോലേഷൻ. ശരിയാണ്, സംഭവം ഭീകരമാണ്, വളരെ ഭീകരമായ ഒരു കാര്യമാണ്. കർത്താവ് വളരെ ഭീകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അധികമൊന്നും ആരും പ്രസംഗിക്കുകയില്ല. കാരണം ആരും ആമീനൊന്നും അധികം പറയുകയില്ല, ഹല്ലേലൂയ സ്തോത്രമൊന്നും ആരും പറയുകയില്ല. കാരണം പക്ഷേ കർത്താവ് പ്രസംഗിച്ചപ്പോൾ ഇതെല്ലാം പ്രസംഗിച്ചു.
കർത്താവ് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ക്രിസ്തുവേശുവിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? ഒരു ശിക്ഷാവധിയും ഇല്ല. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു നിശ്ചയം എന്നായിരിക്കണം? ഞാൻ ക്രിസ്തുവേശുവിൽ ആണോ? അമായി ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവേശുവിൽ ആണോ എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്ന് പറയുമ്പം എന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ ക്രിസ്തുവേശുവിലാണോ? ഓ, അല്ലായിരിക്കും. കർത്താവ് എന്ന് വന്നാൽ കൊണ്ടുപോകും. അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അല്ലേ? ആ ഉറപ്പ് നമ്മുടെ എന്നും രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടോ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. വി നോ ദേ ആർ ദേർ അല്ലേ? ആ ഒരു സ്നേഹബന്ധത്തിലാണ് അല്ലേ? ആ ഒരു സ്നേഹബന്ധത്തിലായിടത്തോളം കാലം അതിനകത്ത് പിന്നെ ഒരു ഭയത്തിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ സ്നേഹബന്ധത്തിലല്ലെങ്കിലോ ഭയത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? ഇപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ വളരെ സ്നേഹത്തിലാണെങ്കിൽ, ഓ എൻ്റെ കൂടെ ഉണ്ടോ, രണ്ടുപേരും ഒരു വളരെ ഇടിയുള്ളൊരു ബസ്സിനകത്താണ് കയറിയത്, ഞാൻ ഇറങ്ങുന്ന അവിടെ അവളും വരുമായിരിക്കുമോ എന്നൊരു പേടിച്ചൊന്നും ആരും, സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഇതില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇന്നടത്ത് ഇറങ്ങും, അവർ രണ്ടുപേരും ഇവിടെ ഇറങ്ങും. ഒരാൾ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിയാലും ഒരാൾ ബാക്കി കൂടെ ഇറങ്ങിയാലും രണ്ടുപേരും ഒന്നിച്ചൊരിടത്ത് ഇറങ്ങും. എന്നാൽ സ്നേഹമില്ലെങ്കിലോ, പറഞ്ഞാൽ കേൾക്കാത്തതൊക്കെ ആണെങ്കിലോ എന്തു ചെയ്യും? സംശയം, ഇറങ്ങും, ഞാൻ പറഞ്ഞെടുത്ത് ഇറങ്ങിയില്ലെങ്കിലോ എന്നൊക്കെ വളരെ പ്രയാസം കാണും. പക്ഷേ ആ സ്നേഹത്തിലായിരിക്കുന്നിടത്തോളം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരിക്കുന്നിടത്തോളം കാലം ഭയത്തിൻ്റെ നമുക്ക് വി ഡോണ്ട് ഹാവ് ടു ബി വറീഡ് അബൌട്ട് ഓക്കെ വാട്ട് വിൽ ഹാപ്പൻ ടുഡേ, കർത്താവിനെ കൊണ്ടുപോകത്തില്ല. വി ആർ ഓൾവേസ് ഇൻ ദ ലവ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ബട്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ലെറ്റ് മീ ടെൽ യു വൺ തിങ്. നല്ലൊരു രാജാവ്, ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജാവ് വളരെ സ്നേഹിക്കുന്ന ഒരു രാജാവും വളരെ നീതിമാനുമായിട്ടൊരു രാജാവാണ്. അദ്ദേഹം തൻ്റെ പ്രജകളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്നു. ജനത്തിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ രാജാവിൻ്റെ ഈ രാജ്യത്തിലായിരിക്കുന്നത് കൊണ്ട് അവർ വളരെ സന്തോഷിച്ചു. അവർ രാജാവിനെ എപ്പോഴും സ്തുതിക്കുകയും രാജാവിനും ഈ പ്രജകളെ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ഈ രാജാവിനൊരു മകനുണ്ട്. ഈ മകനെ സംബന്ധിച്ചിടത്തോളം മകൻ ഈ രാജാവിനെ പോലെയല്ല. രാജാവ് നല്ലവനും നീതിമാനും ഒക്കെ ആണെങ്കിലും ഈ മകൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക, ഇടയ്ക്കിടയ്ക്ക് വേണ്ടാത്തടത്ത് പോവുക, ഇതൊക്കെ ചെയ്യുന്ന മകനാണ്. അപ്പോൾ ഈ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി, ഈ മനുഷ്യനെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടി. അങ്ങനെ ബുദ്ധിമുട്ടി ഈ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അപ്പോൾ രാജാവേ, നീ നല്ലവനൊക്കെയാണ്, പക്ഷേ നിൻ്റെ മകൻ ഈ പറയുന്നത് പോലെ നിന്നെ പോലെ അല്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ രാജാവ് പറയും, ഞാൻ സ്നേഹമുള്ള രാജാവായതുകൊണ്ട് എൻ്റെ മകനോടും ഞാൻ ക്ഷമിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തുള്ളതായിരിക്കില്ല? നീതിയുള്ള ഒരു രാജാവ് ആയിരിക്കില്ല. സംഭവം മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളോടിത് പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് ശരിക്കും പറഞ്ഞാൽ അവിശ്വാസികളോടൊക്കെ അല്ലേ പ്രസംഗിക്കേണ്ടതെന്നായിരിക്കും നമ്മുടെ ചിന്ത. പക്ഷേ നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മാർക്ക് 9 കോണ്ടെക്സ്റ്റ് എടുത്ത് ആ ഭാഗം എടുത്ത് നോക്കിയാൽ കർത്താവ് അവിശ്വാസികളോടോ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനോടോ ഒന്നുമല്ല ഇത് പറഞ്ഞത്. ഇത് ആരോടാ പറഞ്ഞതെന്നറിയാവോ? തൻ്റെ അരുമ ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ രാജാവ് വളരെ നീതിമാനായ രാജാവാണ്, സ്നേഹിക്കുന്ന രാജാവാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലൊരു ചിന്ത ഉണ്ടാകും, നമ്മുടെ കർത്താവ് വളരെ സ്നേഹിക്കുന്നവനാണ് അല്ലേ? ഗോഡ് ഈസ് ലവ്, യെസ് ഓഫ് കോഴ്സ്, ആൻഡ് ദ ഗോഡ് ഈസ് ഹോളി അറ്റ് ദ സെയിം ടൈം. സ്നേഹിക്കുന്ന പിതാവും പരിശുദ്ധനായ പിതാവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ന്യായമായി അപ്പോൾ നമ്മൾ പറയും, കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപമെല്ലാം ക്ഷമിച്ചു തന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിലും വി സെലിബ്രേറ്റഡ് ദാറ്റ് അബ്സല്യൂട്ട്ലി. But then, when we keep on extending the grace, there is no verse which says that we will be protected whatever we do. നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും കർത്താവായ യേശു ക്രിസ്തു എന്നെ കൈവിടുകയില്ല എന്ന ഒരിക്കലും ഒരു വേഴ്സില്ല. ഞാൻ ഈ മുമ്പേ പറഞ്ഞ അനലോജി പോലെ രാജാവ് തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കുന്നു, നീതിമാനായ രാജാവാണ്. പക്ഷേ രാജാവിൻ്റെ മകളാണ്, മകനാക്കി തീർത്തു, മകളാക്കി തീർത്തു. ശരിയാണ്. ഒരു കാര്യം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം, നമുക്കിതിൻ്റെ യോഗ്യതയില്ലായിരുന്നു. പക്ഷെ നമ്മളെ മകനും മകളുമാക്കി തീർത്തതാണ്. മകനും മകളുമാക്കി നമ്മളെ തീർത്തു കഴിഞ്ഞതിന് ശേഷം
ആ രാജാവിനൊത്തവണ്ണം. അതുകൊണ്ടാണ് ഹി ഈസ് ഹോളി, യു ഓൾസോ ഓട്ട് ടു ബി വാക്ക് ഇൻ ദ സെയിം വേ ആസ് ഹോളിനെസ്. അവൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം, അവൻ്റെ നാമത്തിനൊത്തവണ്ണം, അവൻ്റെ പേരിനൊത്തവണ്ണം നമ്മളും നടക്കേണ്ടതാകുന്നു. നമുക്കൊരു പക്ഷെങ്കിൽ പറയാം, ലോർഡ് ഐ ഡോണ്ട് ഹാവ് ദ കേപ്പബിലിറ്റി, ബട്ട് ദ ലോർഡ് സേസ് ഐ ഗിവ് യു ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഐ മേഡ് യു ആസ് എ ന്യൂ ക്രിയേഷൻ. പ്രൈസ് ഗാഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ മുടന്നിണ്ടായും ചെന്ന് പറയും, കർത്താവേ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയും, മോനെ നീ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം, ഐ വിൽ നെവർ ആസ്ക് യു ടു ഡു സംതിങ് വിച്ച് യു ആർ നോട്ട് കേപ്പബിൾ ടു ഡു ഇറ്റ്. നീ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ആരുടെക്കലേലും പോയി പിടിച്ചിട്ട് തലയിലോട്ട് ഒരു 100 കിലോ ഭാരം എടുത്ത് തലയിലോട്ട് എടുത്ത് വെക്കൂ? ഒരിക്കലും എടുത്ത് വെക്കുക. നല്ല അപ്പനാണെങ്കിൽ, നല്ല അമ്മയാണെങ്കിൽ, വി നോ വാട്ട് അവർ കിഡ്സ് ക്യാൻ ഹാൻഡിൽ. കഴിവിന് മീതെ അവൻ ഒരിക്കലും പരീക്ഷിക്കുകയില്ല. ദാറ്റ് മീൻസ് ഐ ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ഞാൻ അതിൽ കൂടി കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അതിനകത്തൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് എന്നോട് പറയുകയാണ്, കുഞ്ഞ്, യു ഹാവ് ടു ബി കെയർഫുൾ. യു ഹാവ് ടു ബി കെയർഫുൾ വിത്ത് യുവർ ഐ. ഡോണ്ട് ലെറ്റ് ഇറ്റ് ലൂസ്. നീ കൃപയിലാണ്, സമ്മതിച്ചു. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, സമ്മതിച്ചു. കർത്താവ് നീതിമാനാണ്, സമ്മതിച്ചു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡോണ്ട് ഫോർഗെറ്റ് ഈസ് എ റൈച്ചസ് ഗോഡ്. അവൻ നീതിമാനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ നീതിമാനായ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ എത്ര ഭയത്തോടും വിറയലോടും കൂടെ വേണം. ഭയം എന്ന് പറയുമ്പോൾ വേണ്ടാത്തൊരു ഭയം നമുക്ക് ആവശ്യമേ ഇല്ല. വേണ്ടാത്തൊരു ഭയം നമുക്ക് ആവശ്യമില്ല. എന്നെ കൊണ്ടുപോകും, എന്നെ ബുദ്ധിമുട്ട് സഹായിക്കും. നോ നോ നോ. ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ലൈക്ക് ദാറ്റ്. ഞാനതിലേ പറഞ്ഞു, ഇന്നും രാവിലെ എഴുന്നേറ്റ് ഭയപ്പെട്ട് അയ്യോ കർത്താവിനെ കൊണ്ടുപോകും, അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ കാരണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം തരുന്നുണ്ട്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. പക്ഷേ നീ ചൈൽഡ് ഓഫ് ഗോഡ് ആണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ കണ്ണ് വല്ലാതെ പോകുമ്പോൾ യു ബെറ്റർ ബി കെയർഫുൾ. വൈ? അതിൻ്റെ കോൺസിക്വൻസ് കർത്താവോട് പറഞ്ഞു തരികയാണ്. യെസ്, ദ കോൺസിക്വൻസ് ഇസ് ദിസ്. അപ്പം നമ്മൾ ചിന്തിക്കും, ബ്രദർ ഇങ്ങനെ പറയുമ്പോഴും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ദ വേ ദ ലോർഡ് വിൽ ഡീൽ, ബിക്കോസ് ദ ലോർഡ് ഇസ് എ വെരി മേഴ്സിഫുൾ ഗോഡ്. ദൈവം വളരെ മേഴ്സിഫുൾ ആയിട്ടൊരു ദൈവമാണ്. ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം, 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന 1 കൊരിന്ത്യ സഭയിൽ വളരെ പ്രയാസകരമായ ഒരു സിറ്റുവേഷൻ നടക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന 1 കൊരിന്ത്യർ 5:1, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ട് എന്ന് കേൾക്കുന്നു. അപ്പം രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള കൊരിന്ത്യ സഭയുടെ ഒരു പ്രശ്നമുണ്ടായി. എന്താണ് രക്ഷിക്കപ്പെട്ടവരുടെ കൊരിന്ത്യ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായത്? അവരുടെ ഇടയിൽ ദുർനടപ്പുണ്ട് എന്ന് കേട്ടു. അപ്പോൾ വായിച്ചാട്ടെ. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നപ്പോൾ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റെപ്പ് മദറിനെ ഞാൻ വൈഫായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ആ ഒരു സിറ്റുവേഷനാണ് അവിടെ പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഈവൻ ജാതികളിൽ പോലും ഇങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ പൗലോസ് അതിനെക്കുറിച്ച് എന്നാൽ കുഴപ്പമില്ല കുഞ്ഞെ, സാരമില്ല എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അടുത്ത വാക്യം, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. There should be mourning for the sin. അപ്പം അദ്ദേഹം പറയാണ്, പാപത്തെക്കുറിച്ചൊരു കരച്ചിലുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് പാപമെന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം പാപത്തെക്കുറിച്ച് ഒരിക്കലും കരച്ചിലുണ്ടാകില്ല. നമ്മൾ പാപത്തിൽ വീണ് കഴിയുമ്പോഴും അന്ന് സാരമില്ലെന്ന്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കരച്ചിലാണ്. പക്ഷേ പൗലോസോട് പറയാണ്, യു ആർ നോട്ട് മോൺഡ് അബൌട്ട് ദ സിൻ. പാപത്തെക്കുറിച്ച് നിങ്ങൾ കരഞ്ഞിട്ടില്ല. വായിച്ചാട്ടെ. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ഹീസ് പുട്ടിങ് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുകയാണ്. ഈസ് ടേക്കിംഗ് ഹിം ഔട്ട് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ചർച്ച്. സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ ആയിട്ട് പറയുകയാണ്. അപ്പം നമ്മളിത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, യെസ്, ഇറ്റ് ഈസ് എ സീരിയസ് തിങ്.
അപ്പം ഇത് ഏത് പാപം എങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുന്നത്? ഇപ്പം കർത്താവായ യേശു ക്രിസ്തു പോയിന്റ് അവിടെ എഴുതിയിരിക്കുന്ന 3 കാര്യത്തെക്കുറിച്ചാണ്. ഇതേ കാര്യം തന്നെയാണ് മാത്യു ചാപ്റ്റർ 5 നമ്മൾ കാണുന്നത്. അവിടെയും കാണുന്നത് അത് തന്നെയാണ്. അപ്പോൾ അവിടെയും കർത്താവ് കാണിക്കുന്ന ഒരു മാതൃകയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈവൻ മാത്യു 5 നമ്മൾ കാണുമ്പോൾ അവിടെ വായിക്കുന്ന വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ അവിടെയും ഭംഗി വാക്കല്ല, ബി ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇറ്റ് കുഡ് ബി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നൈസ് ടു ബി ലൈക്ക് ദാറ്റ് എന്ന് പറയുന്നത്. മാത്യു ചാപ്റ്റർ 5 27 വാക്യം, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീകളെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അടുത്ത വാക്യം, എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ എടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെയും കർത്താവ് വളരെ ആ സെയിം കാര്യം തന്നെ കർത്താവ് മർക്കോസിൽ നമുക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ ഷുഡ് നോട്ട് ബി എ കാഷ്വൽ. എന്നെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ സൗരസരങ്ങളെ നമ്മൾ ഓരോ കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ പ്രത്യാശയോടെ ആയിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദ ഡെവിൾ ഇസ് നോട്ട് ഗോയിങ് ടു ജസ്റ്റ് ലീവ് അസ് ലൈക്ക് ദാറ്റ്. ലോകത്തിൽ ടെംപ്റ്റേഷൻസ് ഉണ്ട്, ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ തന്നെയാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് പെട്ടാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല നമ്മൾ എടുക്കേണ്ടത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസിക്വൻസ് ഈസ് വെരി ഗ്രേവ്. അത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഫൈനൽ പ്ലേസിൽ നിന്നും അവിടുന്ന് ഒരു എക്സിറ്റ് റൂട്ടില്ല. അതിലേക്ക് പോകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്ന് കർത്താവ് പിന്നെയും നമ്മളെ ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു കാലാകാലങ്ങളിൽ നമ്മളെ രക്ഷിച്ചെടുത്തു. നമ്മളെ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി തന്നു. എന്നിട്ട് 1 കൊരിന്ത്യർ 6 അധ്യായത്തിലൂടെ അപ്പോസ്തലൻ പൗലോസ് വരുമ്പോൾ പറയുകയാണ്, ഒരു കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 6 അധ്യായം 9 വാക്യം, ഡോണ്ട് യു നോ ദാറ്റ് 9 വാക്യം, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസാണ്. 2 സഹോദരന്മാർ തമ്മിലുള്ള ഒരു കേസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ സഹോദരൻ അത് തന്നില്ല എടുത്തില്ല എന്നുള്ളൊരു കേസാണ്. ആ കേസ് കൊണ്ടുവന്ന് അവിടെ കോർട്ടിൽ കൊണ്ട് കൊടുത്തൊരു വിഷയമാണ്. ആ വിഷയമാണ് അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. 5 അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഒരു സെക്ഷൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ 6 അധ്യായത്തിലൂടെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു കേസാണ് ചെയ്യുന്നത്. അപ്പം ഈ കേസെല്ലാം കഴിച്ചതിന് ശേഷവും യു തിങ്ക് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് വൺസ് അപ്പോൺ എ ടൈം യു ഹാവ് ലിഫ്റ്റഡ് യുവർ ഹാൻഡ് ആൻഡ് യു റോട്ട് യുവർ നെയിം ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് ആൻഡ് ഗോഡ് ഷുഡ് അക്സെപ്റ്റ് യു ഇൻ ഹെവൻ. അങ്ങനെയാണെങ്കിൽ നീതിയോടെ ജീവിക്കുന്ന എത്രയോ പേരെ കർത്താവ് എന്ത് ചെയ്യണം? അവരുടെ പേര് പുസ്തകത്തിൽ എഴുതേണ്ടതായിട്ട് വരും. അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ല, നിന്റെ മകൻ ഇതെല്ലാം ചെയ്തിട്ടും നീ അവനെ ന്യായീകരിക്കുന്നുവെങ്കിൽ ഞങ്ങളെയും അങ്ങ് ന്യായീകരിക്കേണ്ടതാണ് എന്ന് പൊതുജനം പറയില്ലേ? തീർച്ചയായിട്ടും അവർ പറയും. അപ്പോഴെങ്ങനെയാ നീതിയുള്ള ന്യായാധിപതിയായി അങ്ങനെ ഇരിക്കുക? പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കണം. കാരണം സ്വന്തം പുത്രനെ ആദരിക്കാതെ ആ ദൈവിക നീതിക്ക് വേണ്ടി തന്നെ യാഗപീഠത്തിലേക്ക് പറഞ്ഞയച്ച പിതാവാണായിരിക്കുന്നതെന്ന് ഓർക്കണം. അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം ആ പിതാവിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ മുമ്പ് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അടുത്ത വാക്യം 9 വാക്യം, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇല്ല, അതിന് സംശയമൊന്നുമില്ല. Don't feel ambiguity. Don't get deceived. Praise the Lord. നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് the Lord is merciful. Lord is merciful, absolutely. കർത്താവ് ക്ഷമിക്കും. നമുക്ക് ഭൂലോകത്തിൽ ആയുസ്സുള്ള കാലത്തോളം നമുക്ക് മടങ്ങി വരാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മടങ്ങി വരാം. കർത്താവിൻ്റെ കരുണ ഇന്നും അവൈലബിൾ ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി. പാപം ചെയ്താൽ പാപം വെച്ചുകൊണ്ടിരിക്കരുത്. ഓടി വന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് കഴുകൽ പ്രാപിച്ച്
നിരപ്പ് പ്രാപിച്ച് കർത്താവിൻ്റെ കൂടെ ഉത്സാഹത്തോടുകൂടെ നടക്കുവാൻ ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ദ കോളേഴ്സ്. പാപമില്ല എന്ന് പറഞ്ഞ ശേഷം നമ്മൾ മാറി നിൽക്കുകയല്ല, നമ്മളെ തന്നെ ചതിക്കുകയല്ല. കർത്താവെ അങ്ങനെ വീണുപോയി, എന്നോട് ക്ഷമിക്കണം, ഐ വോണ്ട് ടു കം ബാക്ക് ടു ദ ലോർഡ്. സോ ദാറ്റ് ഈസ് വാട്ട് വി മസ്റ്റ് ഡു. ആൻഡ് ഗോഡ് വിൽ എക്യുപ്പ് us. പിന്നെയും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഗോഡ് വിൽ എക്യുപ്പ് us ടു വാക്ക് അക്കോർഡിംഗ് ടു ഹിം. കാരണം അവൻ്റെ ജീവൻ നമ്മളിലുണ്ട് എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആൻഡ് സച്ച് വേർ സം ഓഫ് യു. 15-ാമത്തെ വാക്യം, വേഴ്സ് 11. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. നിങ്ങൾ അങ്ങനെ ആയിരുന്നു പണ്ട്, ഇപ്പോഴങ്ങനല്ല, പണ്ട് അങ്ങനെ ആയിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് പിന്നെ നീതീകരണം പ്രാപിച്ചു. കഴുകി ശുദ്ധീകരിച്ച് നീതീകരണം പ്രാപിച്ചു. Hallelujah. Cleansed and sanctified and justified by the Lord. നിങ്ങൾ ഇനിയും ആ വഴിക്ക് പോകല്ലേ. Praise the Lord. Praise the Lord. അതാണ് നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉത്സാഹം. കർത്താവ് നമ്മളെ പിന്നെയും ഉത്സാഹിപ്പിക്കുന്നു. When I read this verse, it was for me again, it was coming to me this heart. Lord, I need to take sin seriously. One side, sin seriously. And the grace of the Lord, കർത്താവ് എനിക്ക് എത്രമാത്രം ക്ഷമിച്ചു തന്നു. And again, I don't have time, but then let me explain one more time. Thing is, കർത്താവായ യേശു ക്രിസ്തു 3 മണിക്കൂറോളം ക്രൂശിൽ പിതാവ് മുഖം തിരിച്ചപ്പോൾ ഈ ശിക്ഷ അനുഭവിക്കാനിടയായി തീർന്നു. Is it not? ഈ ശിക്ഷ അനുഭവിക്കാനിടയായി തീർന്നു. നമ്മളുടെ മേൽ വീഴാനിരുന്ന ശിക്ഷ, ഹല്ലേലൂയ, അനുഭവിക്കുവാനിടയായി തീർന്നു. പിതാവ് മുഖം തിരിച്ചു. ആ 3 മണിക്കൂറോളം ഭൂമിയിൽ ഇരുട്ടായിരുന്നു, ഭൂകമ്പമുണ്ടായ എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമയം ഓർത്ത് നോക്കണം. ആൻഡ് ദാറ്റ് വാസ് സപ്പോസ് ടു ബി ഓൺ അസ്. അപ്പം ഒരു സൈഡിൽ കർത്താവിൻ്റെ സീരിയസ്നെസ് പറയുമ്പോൾ മറ്റേത് കർത്താവിൻ്റെ സ്നേഹം പറയാണ്. യെസ്, ഐ വിൽ ടേക്ക് ഇറ്റ് ഓൺ മൈ ഹെഡ് ഓൺ ഓൾ വാട്ട് യു ഹാവ് ഡൺ. ബട്ട് നൗ, കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ടു, ഇനിമേൽ പാപം ചെയ്യരുത്. And that is the call the Lord has given us. ദൈവം നമ്മളെ എക്യൂപ്പ് ചെയ്യുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് വളരെ സീരിയസ് ആയിട്ട് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ സഹായിക്കട്ടെ.